അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ റിവാലുവേഷൻ്റെയും അതുപോലെ തന്നെ പരീക്ഷയുടെയും റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിലിട്ട കുറച്ച് കമൻറ്റുകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എൻ്റെ മറുപടിയും. ഒരാൾ ചോദിച്ചത്, റിവാലുവേഷൻ കൊടുത്ത മാർക്ക് സെപ്പറേറ്റ് കാണിക്കുമോ ഉസ്താദേ, പ്ലീസ് റിപ്ലൈ. സെപ്പറേറ്റ് ആയിട്ട് റിവാലുവേഷൻ്റെ റിസൾട്ട് കാണിക്കൂല, മറിച്ച് നമ്മൾ മുമ്പ് പബ്ലിഷ് ചെയ്ത ആ മാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ചെയ്യുക. അതും കൂടെ കൂട്ടിയിട്ടാണ് അതിൽ ഇപ്പോൾ റിവാലുവേഷനും ചെയ്ത ശേഷം കൂടിയ മാർക്കും കൂടെ അതിൽ കൂട്ടും. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എത്ര മാർക്ക് കൂടി എന്ന് കാണിക്കൂല. അത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ഫസ്റ്റത്തെ റിസൾട്ടിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടിയിരുന്നു. എന്നാലുള്ളൂ നമുക്ക് എത്രയാണ് മാർക്ക് കൂടിയതെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരാൾ ചോദിച്ചത്, റിവാലുവേഷന് കൊടുക്കാത്തവരുടെ മാർക്ക് ഈ ലിങ്കിൽ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ലേ? ആ കുട്ടി റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ റിവാലുവേഷന് കൊടുത്തതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് മാറ്റം ഉണ്ടാകും. മറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം എത്ര മാർക്കാണോ ആ മാർക്ക് തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു കുട്ടി റിസൾട്ട് വന്നു, റിവാലുവേഷൻ്റെ അല്ല, ഫസ്റ്റ് റിസൾട്ട് ഉണ്ടാവുമല്ലോ, അത് വന്നു, അതിലെന്ത് ചെയ്തില്ല, റിവാലുവേഷന് കൊടുത്തിട്ടില്ല എങ്കിൽ ആ മാർക്ക് റിവാലുവേഷന് കൊടുത്ത കുട്ടിയുടെ റിസൾട്ടിൻ്റെ കൂടെ അതും കാണിക്കും. അത് പിന്നെ ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞാൻ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ട്, മാറ്റം വന്നിട്ടില്ല എന്ന്. മാറ്റം വന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിലാദ്യം എന്തില്ല, മാർക്കില്ല ഒന്ന്, അതല്ലെങ്കിൽ തെറ്റുകൾ കൂടുതലായിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും മാർക്ക് ഇടാത്തത്. പിന്നെ വേറൊരാൾ ചോദിച്ചത്, റിസൾട്ട് മാറിയാൽ ക്യാഷ് തിരിച്ചു കിട്ടുമോ എന്നാണ്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കുറേ വട്ടം പറഞ്ഞതാണ്. റിവാലുവേഷന് കൊടുക്കുമ്പോഴൊക്കെ, അതായത് റിവാലുവേഷന് കൊടുക്കുമ്പോൾ ആ മാർക്ക് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്ക് കൂടാത്തത് കൊണ്ടോ കൊടുത്ത പൈസ തിരിച്ചു കിട്ടൂല. കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും കൊടുത്ത പൈസ തിരിച്ചു കിട്ടൂല എന്ന് ആദ്യം തന്നെ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരാൾ കമൻറ്റ് ചെയ്തത്, സെയിം മാർക്ക് ആണല്ലോ കാണിക്കുന്നത്, പ്ലീസ് റിപ്ലൈ. റിവാലുവേഷന് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റിവാലുവേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് റിവാലുവേഷന് കൊടുക്കുന്നത്. അല്ലാതെ മാർക്ക് വെറുതെ അങ്ങ് കൂടാൻ വേണ്ടിയിട്ട് റിവാലുവേഷന് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കുട്ടി എഴുതിയതിൽ വല്ല തെറ്റോ അതല്ലെങ്കിൽ അക്ഷരപ്പിഴവോ ഉണ്ടെങ്കിൽ അവിടെ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാലും അത് ചിലപ്പോൾ മാറാൻ സാധ്യതയില്ല മാർക്ക്. പിന്നെ മറ്റൊരു കമൻറ്റ്, ആൻസർ ഷീറ്റ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ഒരിക്കലും പബ്ലിഷ് ചെയ്യാറില്ല, ആൻസർ ഷീറ്റ് ഇനി ഒരിക്കലും കൊടുക്കില്ല.